സാർ, ഒരു നാടിനെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് സാറിൻ്റെ ശ്രദ്ധയിൽ ഈ സബ്മിഷനിലൂടെ പെടുത്തുന്നത്. എൻ്റെ നിയമസഭാ മണ്ഡലത്തിൽ പള്ളിക്കൽ വില്ലേജിൽ ഈരാറ്റിൽ വല്ലഭൻ കുന്നെന്ന പ്രദേശത്ത് റവന്യൂ ഭൂമി ഏതാണ്ട് 11.94 ഹെക്ടർ സ്ഥലത്ത് 2 സ്വകാര്യ വ്യക്തികൾക്ക് പാറ ഖനനം ചെയ്യുന്നതിന് അനുമതി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം എന്ന് പറഞ്ഞിട്ടാണ് ഗ്രാമപഞ്ചായത്ത് അതിന് അനുമതി നൽകിയിരിക്കുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് നിരാക്ഷേപ പത്രം റദ്ദ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അറിയുന്നത് ഈ ക്വാറി മാഫിയ വീണ്ടും കോടതിയെ സമീപിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരം കൊല്ലം ജില്ലകളെ വേർതിരിക്കുന്ന പ്രദേശമാണിത്. ഒരു ഭാഗത്ത് ചടയമംഗലമാണ്. ഈ പാറയിൽ തട്ടിത്തട്ടിയാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലയിലെ ശുദ്ധജല വിതരണത്തിന് ആവശ്യമുള്ള പള്ളിക്കൽ പുഴ ഒഴുകിപ്പോകുന്നത്. ഖനനത്തിന് ഉപയോഗപ്പെടുത്തുന്ന പാറ ഇപ്പോൾ വിനോദസഞ്ചാരികളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. സൂര്യോദയവും സൂര്യാസ്തമയവും കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ജഡായു പാറ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാറ സമുച്ചയമാണ് ഈ 11.94 ഹെക്ടർ സ്ഥലം എന്ന് പറയുന്നത്. ഈ പാറ പൊട്ടിച്ചെടുത്താൽ വരാൻ പോകുന്നത് കുടിവെള്ള സ്രോതസ് മുടങ്ങും. പള്ളിക്കൽ പുഴ മറ്റ് കര കവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യം വരും. വലിയ ഡാമേജാണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് റവന്യൂ ഭൂമിയാണ്. സർക്കാർ ഈ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ഭൂമി ഖനനത്തിന് വിട്ടുകൊടുക്കരുതെന്നും ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം അങ്ങ് തന്നെ ഇടപെട്ട് വിളിക്കണമെന്നും ദയവായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ സബ്മിഷനിലൂടെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് അങ്ങയോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, അവർ മാസങ്ങളോളം മെനക്കെട്ട് NOC ഒക്കെ വാങ്ങി കോടതിയിലൊക്കെ സമീപിച്ച് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതിനുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞതുപോലെ കുടിവെള്ളത്തിനെയും അതുപോലത്തെ ടൂറിസത്തിനെയൊക്കെ ബാധിക്കുന്ന മർമ്മപ്രധാനമായ ഭൂമി ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഖനനത്തിന് കൊടുക്കുന്ന പ്രശ്നമില്ല. ആ പറഞ്ഞ കാര്യങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷം നടപടിയെടുക്കാൻ മൈനിങ് ജിയോളജി വകുപ്പിന് നിർദ്ദേശം കൊടുക്കാവുന്നതാണ്. യെസ്, താങ്ക് യു.